കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ ജലാശയങ്ങളിലും പോള ശല്യം രൂക്ഷമാകുന്നു. മണിമലയാറ്റിലടക്കം മിക്ക ജലാശയങ്ങളിലും പോള നിറഞ്ഞിരിക്കുകയാണ്. മണിമലയാറ്റിൽ പഴയിടം കോസ്വേക്ക് സമീപത്തെ കാഴ്ചയാണിത്. പോളകൾ കണ്ണെത്താ ദൂരം വ്യാപിച്ചു കിടക്കുന്നു. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് പോള വ്യാപിച്ചിരിക്കുന്നത്. മാലിന്യത്തോടൊപ്പം പോള കൂടിയായതോടെ വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നു. ചെക്ക് ഡാമുള്ള പ്രദേശത്താണ് പോളശല്യം രൂക്ഷം. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പായലും പോളയും ആയിട്ട് മണിമലയാറിനെ നശിപ്പിക്കുന്ന ഒരു വിഷവിത്തായിട്ട് മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ ചെറിയ പായലുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പോളയായി. ഇവിടെ ധാരാളം പേർ അലക്കുവാനും കുളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ജലവും ആറുമൊക്കെയാണ്. ഇത് തീർത്തും മലിനമാക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇത് ഏത് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നെങ്കിലും ഇത് സർക്കാരുകളോ അധികാരികളോ ഭാഗത്തു നിന്നൊക്കെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എല്ലാ വർഷവും ഇങ്ങനെ വരാതെ ഇത് എവിടെ നിന്നുണ്ടാകുന്നു, ഇതിൻ്റെ ഉറവിടം ഇവിടെ നിന്ന് നശിപ്പിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുകയും നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ജലസ്രോതസ്സാണത്. മണിമലയാറിന് പുറമെ കൈത്തോടുകളിലും പോള കൂടുതലായി വരുന്ന സ്ഥിതിയുണ്ട്. ചിറ്റാറിന്റെ കൈത്തോട്ടിൽ 26-ാം മൈൽ മുതൽ പുതുക്കുഴി വരെ പോള നിറഞ്ഞിരിക്കുകയാണ്. കുട്ടനാടൻ മേഖലയിലെ ജലാശയങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന പോളകൾ മലയോര മേഖലയിലും നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. ശുദ്ധജല ലഭ്യതയ്ക്കടക്കം പോളശല്യം തിരിച്ചടിയാകുന്നുണ്ട്. മഴക്കാലത്തിന് മുൻപ് പോള നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കോട്ടയം.